നമസ്കാരം. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ഏറ്റവും വില കുറഞ്ഞൊരു അപ്പാർട്ട്മെന്റ് പറ്റാൻ വീടെന്ന സ്വപ്നം കാണുന്നവർക്ക്, അപ്പാർട്ട്മെന്റ് എന്ന സ്വപ്നം കാണുന്നവർക്ക്, ഫ്ളാറ്റ് എന്ന സ്വപ്നം കാണുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ അമ്പലമുക്ക് കവടിയാർ നിന്നും അമ്പലമുക്ക് ജംഗ്ഷനിൽ നിന്നും ഒരു 800 മീറ്റർ മാറി ഒരു ലോ ബഡ്ജറ്റ് അല്ലെങ്കിൽ സാധാരണക്കാരന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ളാറ്റ് ആണ് അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് ആണ്. മൂന്നാമത്തെ ഫ്ലോറിൽ 800 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമോട് കൂടി, ഒന്ന് അറ്റാച്ച്ഡ്, ഒന്ന് കോമൺ ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു സാധാരണക്കാരന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്പാർട്ട്മെന്റ് ആണെന്നുള്ളത്. വലിയ ഒരുപാട് കോമൺ അമനിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കൊരു അത്യാവശ്യം താമസിക്കാനുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ 2 ബെഡ്റൂമായിട്ട് ഒരു ഹാള് കിച്ചൺ ആയിട്ടുള്ള ഒരു ചെറിയൊരു അപ്പാർട്ട്മെന്റ്. അതിൽ നമുക്ക് ഒരു കാർ പാർക്കിങ്ങോട് കൂടിയിട്ട് അമ്പലമുക്ക് ജംഗ്ഷനിൽ നിന്ന് 800 മീറ്റർ ആണ് ഇതിലേക്ക് വരാനുള്ള ദൂരം. ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ. നമുക്ക് സാധാരണക്കാർക്ക് ഒരു ലോണൊക്കെ എടുത്ത് നമുക്കൊരു വീട് വാങ്ങിക്കണം, അല്ലെങ്കിൽ അങ്ങനെ സാധാരണ ലോ ബഡ്ജറ്റിലൊക്കെ സിറ്റിക്കകത്തുള്ളിൽ താമസിക്കണമെന്നുള്ളത് എന്തുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു വാല്യൂബിൾ പ്രോപ്പർട്ടി എന്ന രീതിയിൽ തന്നെ നമുക്കത് ആ രീതിയിലേക്ക് തന്നെ നമുക്കത് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞൊരു 3 ഫ്ലോറിലായിട്ടുള്ള ഒരു സാധാരണ അപ്പാർട്ട്മെന്റ് ആണ്. നമുക്ക് മുകളിലേക്ക് കയറാനായിട്ട് ലിഫ്റ്റോ ഒന്നും ഇതിനകത്തില്ല. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ സ്റ്റെപ്പ് തന്നെ കയറണം. 3 നിലകൾ മാത്രമാണ്. 6 യൂണിറ്റിലായിട്ടാണ് ഈ അപ്പാർട്ട്മെന്റ് പണിഞ്ഞിരിക്കുന്നത്. നമുക്ക് മുകളിലേക്ക് കയറുമ്പോൾ സ്റ്റെപ്പ്, നമുക്ക് പിന്നെ ലിഫ്റ്റോ കാര്യങ്ങളോ അങ്ങനെ ഫെസിലിറ്റി ഒന്നുമില്ല. നമുക്ക് സ്റ്റെപ്പ് കയറി തന്നെ 3-ാമത്തെ നിലയിലേക്ക് പോകണം. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു ലിവിംഗ് സ്പേസ് ആയിട്ടുള്ള ഏരിയ ആണുള്ളത്. നമുക്ക് ഇതിനകത്ത് 800 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമുകളും ഒരു കോമൺ ബാത്റൂം അല്ലെങ്കിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് കയറുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ്. അതിന്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് കിച്ചൺ, ഒരു ഓപ്പൺ കിച്ചൺ ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് നമുക്കൊരു പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള അല്ലെങ്കിൽ സിറ്റ് ഔട്ട് ഏരിയ ആയിട്ടുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് വരുമ്പോൾ 2 ബെഡ്റൂമുകളാണ് വരുന്നത്. നമുക്ക് ഈ കാണുന്ന ഒരു ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടും കബോർഡ്സ് എല്ലാം ഫർണിച്ചറും എല്ലാം കൂടിയാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു ചെറിയ സ്പേസിൽ അല്ലെങ്കിൽ സിറ്റിക്കുള്ളിൽ താമസിക്കണം, അല്ലെങ്കിൽ ഒരു ലോ ബഡ്ജറ്റ് കുറഞ്ഞവർക്ക് എന്തുകൊണ്ടും നമുക്കൊരു അവസരമായി കണ്ടുകൊണ്ട് ഇത് പർച്ചേസ് ചെയ്യാൻ കേട്ടോ. നിങ്ങൾക്ക് അധികം ഇതിന്റെ വർഷം എന്ന് പറയുന്നത് വെറും 10 വർഷത്തിൽ താഴെയാണ്. 10-11 വർഷമാണ് ഇതിന്റെ പഴക്കം എന്ന് പറയുന്നത്. നല്ല രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആണ്. വേറെ ഞാൻ വന്ന് നോക്കിയപ്പോൾ നമ്മളെ പേഴ്സണൽ ഒപ്പീനിയൻ എല്ലാ വീഡിയോയിലും പറയുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള കൺസ്ട്രക്ഷൻ പാറ്റേൺ ആണ്. പിന്നെ നമുക്ക് വണ്ടി വരാനായിട്ടുള്ള ഇന്നോവ എല്ലാം വണ്ടി വരുമെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം ഒരു ചെറിയൊരു കൺജസ്റ്റ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. എന്നാലും നമുക്ക് എല്ലാ വാഹനങ്ങളും കയറി വരാനും നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2-ാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴത്തേക്ക് അത് കോമൺ ബാത്റൂം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം അല്ല, അത് ഒരു കോമൺ ബാത്റൂം ഇതാ പുറത്ത് നമുക്ക് കൊടുത്തിട്ടുണ്ട്. 2-ാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ സ്പേഷ്യസിന്റെ കാര്യത്തിൽ അത്യാവശ്യം വലിയ സ്പേഷ്യസ് അല്ല, ഒരു മീഡിയം, നമുക്കൊരു ബെഡും ഒരു ചെറിയൊരു ഇതുമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള റൂംസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്പലമുക്ക് ജംഗ്ഷനിൽ നിന്നും വെറും 800 മീറ്റർ ആണ്. കവടിയാർ ജംഗ്ഷനിൽ നിന്നും നമുക്കൊരു 1.5 കിലോമീറ്റർ ആണ് ഇതിലേക്ക് വരാനുള്ള ദൂരം എന്ന് പറയുന്നത്. നമുക്കൊരു സാധാരണ ഒരു അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ വീട് സ്വപ്നം കാണുന്നവർക്ക് മാത്രം പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന, ലക്ഷറി ലൈഫ് എന്ന സ്വപ്നം കാണുന്നവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ് നമുക്കിത് വരുന്നത്. ഞാൻ പറഞ്ഞ 800 സ്ക്വയർ ഫീറ്റ് ആണ്. 2 ബെഡ്റൂമാണ്. അതിൽ ഒന്ന് അറ്റാച്ച്ഡ്, ഒന്ന് കോമണും ആണ്. സാധാരണ നമുക്കൊരു റെന്റ് ഔട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15,000 രൂപ വരെ നമുക്ക് എയിം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഇപ്പോൾ റെന്റ് ഔട്ട് കൊടുത്തേക്കാണ്, 15,000 വരെ നമുക്ക് എയിം ചെയ്യാൻ പറ്റുന്ന ഒരു റെന്റിങ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാം. ലിഫ്റ്റ് ഇല്ല, സ്റ്റെപ്പുകൾ തന്നെയാണ് കയറി പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് വെറും 50 ലക്ഷം രൂപയാണ്. 50 ലക്ഷം രൂപയ്ക്കകത്ത് സിറ്റിക്കകത്ത് 10 വർഷത്തിന് താഴെയായിട്ടൊക്കെ നമുക്കൊരു അപ്പാർട്ട്മെന്റ് ഒക്കെ കിട്ടാനായിട്ട് വളരെ റെയർ ആണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. നമുക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. ഒരുപാട് നെഗോഷിയേറ്റ് ഒന്നും ആരും എക്സ്പെക്ട് ചെയ്യേണ്ട. അപ്പോൾ ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിനായി കൊച്ചുള്ളി പ്രോപ്പർട്ടീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.